അതേ നല്ല നാടൻ ചേമ്പ് കൊണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കിടിലനൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ. അത് നല്ല ഒന്നാം തരം മോരുകറിയും കൂടെ ആയി എങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ എല്ലാവർക്കും മാത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അത് നമ്മളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിയ കൂട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ 2 ചേമ്പ്. സാധാരണ ചേമ്പ് കിട്ടിയാൽ ഒന്നുകിൽ അവിയലിലോ സാമ്പാറിലോ ഒക്കെ ഇട്ടങ്ങ് തീർക്കുകയാണ് പതിവ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും വിചാരിച്ചൊന്ന് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ നമ്മൾ ചേമ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനത്തെ നമ്മൾ ഇതിൻ്റെ തോലെല്ലാം ഒന്ന് ചെത്തിയിട്ടുണ്ടല്ലോ നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇതിന് നല്ലോണം വിഴുവിഴുപ്പുണ്ടാവും. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഞാൻ നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മുടെ മോരുകറിക്ക് വേണ്ടിയിട്ട് ഇതൊരു മീഡിയം ടൈപ്പ് കഷ്ണങ്ങളാക്കി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പെല്ലാം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതൊരു 2-3 തവണ വെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ടുണ്ടല്ലോ നമ്മൾ മൺചട്ടിയിലാണ് വേവിക്കുന്നത്. കാരണം ചേമ്പൊരു പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളെ കപ്പ വേവുന്നതിൻ്റെ അത്ര പോലും സമയം വേണ്ട കേട്ടോ ചേമ്പ് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ചേമ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് വേവാൻ ആവശ്യമായുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ പച്ചമുളകാണ് ഇതിൽ അരച്ച് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കൂടെ ചേർത്തേക്കുന്നത്. എന്നിട്ട് നമുക്കൊരു തവി കൊണ്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടുപ്പിൽ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിലായതുകൊണ്ട് മൺചട്ടി ആയതുകൊണ്ട് എന്താ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്നൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ മോരുകറിയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ഒരു വലിയ പച്ചമുളകും ജീരകവും കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളവും കൂടെ ഉപയോഗിച്ച് നല്ല രൂപത്തിലൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ചേമ്പ് ഇത് നല്ലോണം തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയണമല്ലോ. അപ്പോൾ നമ്മളിതാ ഇളക്കി നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുവിധം പകുതി വെന്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പോരാ, നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചേമ്പ് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ചെറിയ രീതിക്ക് വറ്റിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു തവി കൊണ്ടൊന്ന് നോക്കാം, വെന്തോന്ന് നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കുറേ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതിനാവശ്യമായിട്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ അരപ്പ് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കറിയെല്ലാം നല്ല രീതിക്ക് തിളച്ച് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതാ തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈര് കുറച്ച് വെള്ളവും കൂടി ഉപയോഗിച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ തൈര് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് ഇതാ പാൻ ചൂടാക്കി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഇതാ ഉണക്കമുളകും കൂടെ ഇട്ട് അതൊന്ന് ചൂടായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് നല്ലൊരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ആ താളിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോഴത്തേക്കും നമ്മുടെ കറിയുടെ ചൂടൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മളിതാ നമ്മുടെ താളിപ്പൂടെ നമ്മുടെ ചേമ്പ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം ഉണ്ടല്ലോ നമുക്ക് കറി നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ചാനലിൽ നമ്മളെ പപ്പായ കൊണ്ടും ഇതേപോലെ മോരുകറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോയും കൂടെ കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ നാടൻ ചേമ്പ് കൊണ്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കെന്നല്ലേ നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി നല്ല രീതിക്കൊന്ന് കുറുകി നല്ല സ്മെല്ലും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേമ്പൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്തേക്കണേ. താങ്ക്